ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. നിമിഷ സ്മാർട്ട് കുക്കിംഗ് നിങ്ങളുടെ എല്ലാവരെയും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കസാട്ട കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇടയ്ക്ക് ഒരു പിങ്ക് കളറിലെ കേക്ക് വെച്ചില്ലായിരുന്നു, പ്രിൻസസ് തീം കേക്ക്. അത് ഇന്നത്തെ ദിവസം തന്നെ എനിക്ക് കിട്ടിയ ഓർഡർ 2 കേക്ക് ഒരു വീട്ടിൽ തന്നെ പോകാനുള്ളതായിരുന്നു കേട്ടോ. വീഡിയോ ഇടാനായിട്ട് കുറച്ച് ലേറ്റായി പോയതാണ്. അപ്പോൾ ഇതൊരു 1/2 kg കേക്കായിരുന്നു, വെനില സ്പഞ്ച് ഞാൻ ബേക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് 3 ലെയറായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്കാണെങ്കിൽ ഇതിനകത്ത് ഏത് ഫ്ലേവർ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. കസാട്ട കേക്കിനകത്ത് അങ്ങനെയൊന്നും നിർബന്ധമില്ല ഇന്ന ഫ്ലേവർ തന്നെ വേണമെന്ന്. അപ്പോൾ നമുക്കാണെങ്കിൽ ബ്ലൂബെറി, സ്ട്രോബെറി, മാംഗോ, പിന്നെ പിസ്താഷ്യൂ, ഏത് ഫ്ലേവറാണ് നമ്മുടെ ഈ ഉള്ളതെന്ന് വെച്ചാൽ അത് നമുക്ക് അത് ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ സ്ട്രോബെറിയും പിസ്തായും ഫ്ലേവർ അതിൻ്റെ ഈ ഉള്ള ക്രഷ് കേട്ടോ. അപ്പോൾ ഒത്തിരി ക്രഷ് ഞാൻ മേടിച്ച് ഇങ്ങനെ വെക്കാറില്ല. പിന്നെ ഡേറ്റൊക്കെ എക്സ്പയറി ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഏത് ആദ്യം ക്വാണ്ടിറ്റിയിൽ യൂസ് ആവുന്നതെന്ന് വെച്ചാൽ അത് മാത്രമേ ഞാൻ വെക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്കാണെങ്കിൽ ഷുഗർ സിറപ്പ് സോക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഞാൻ ക്രീമിനകത്ത് സ്ട്രോബെറി ക്രഷ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിന് ശേഷം അത് പൈപ്പിംഗ് ബാഗിൽ നിറച്ച് കൊടുക്കാം. എന്നിട്ടൊക്കെ മേളിൽ കൂടെ ഫില്ലിംഗ് ആയിട്ട് നമുക്കാണെങ്കിൽ സ്ട്രോബെറി ക്രഷ് വേണം ആഡ് ചെയ്ത് കൊടുക്കാനൊക്കെ. നല്ലൊരു ടേസ്റ്റ്, നല്ല റിച്ച് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടാൻ നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. എനിക്കൊരു അടിപൊളി റിവ്യൂ ആയിരുന്നു ഇതിന് വേണ്ടിയായിട്ട് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ കണക്ക് ഇതെല്ലാം ചെയ്യുക നമ്മൾ എല്ലാ ലെയറും. ഇപ്പോൾ സെക്കൻഡ് ലെയർ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതും ഷുഗർ സോക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ക്രീമിനകത്ത് നമുക്കാണെങ്കിൽ പിസ്താഷ്യൂ ക്രഷ് നമുക്കകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഇതില്ലെങ്കിൽ, ഈ ക്രഷ് ഇല്ലെങ്കിൽ അതിൻ്റെ പകരം ഏത് ക്രഷാണ് നിങ്ങളുടെ ഈ പൈനാപ്പിളോ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അതാണെങ്കിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്രീമിനകത്ത്. എന്നിട്ട് നമുക്ക് ഫില്ലിങ്ങിനകത്ത് മേളിയും നമ്മളതുപോലെ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഞാനാണെങ്കിൽ 2 ലെയറായിട്ടേ ചെയ്യാറേ ഉള്ളൂ. 1/2 kg കേക്ക് കനം കുറഞ്ഞ് ലെയർ ആവുമല്ലോ. പിന്നെ അത് കാരണം കൊണ്ട് പിന്നെ ഇതാണെങ്കിൽ ഇപ്പം കസാട്ട കേക്കാകുമ്പോൾ നമുക്ക് ഫ്ലേവർ എങ്ങനെയെങ്കിലും ഒരു 2 ഒരു 3 മിനിമം 2-3 അത്രയും ഫ്ലേവർ നമുക്കകത്ത് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ 3 ലെയറായിട്ട് കനം കുറച്ച് മുറിച്ചെടുത്തത്. അപ്പോൾ നമുക്ക് 2 ലെയർ ഫ്ലേവറിനകത്ത് ആഡ് ചെയ്യാമല്ലോ, അത് കാരണം കൊണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. 3rd ലെയർ നമുക്ക് വെച്ച് കൊടുക്കാം. ഷുഗർ സോക്ക് ചെയ്ത് കൊടുക്കാം. ക്രം കോട്ട് ചെയ്തൊരു 10-15 മിനിറ്റേക്ക് ഫ്രിഡ്ജിലായി സെറ്റ് ആവാനായിട്ട് വെക്കണം. എപ്പോഴാണെങ്കിലും നമ്മൾ ഐസിങ് ചെയ്യാൻ ഉടനെ തുടങ്ങല് കേട്ടോ. ക്രം കോട്ട് ചെയ്ത് ഉടനെ നമ്മൾ ഐസിങ് ചെയ്യുവാണെങ്കിൽ ക്രംസൊക്കെ ഇളകി എല്ലാം ഫിനിഷിങ് നന്നായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല, കുറേ സമയം പിടിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക. എത്രയും സമയമുള്ളതെന്ന് വെച്ചാൽ ഒരു 10-15 മിനിറ്റ്, ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഫ്രീസറിനകത്തോട്ട് വെച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ കൂളിംഗ് ആയി കിട്ടും, ക്രീമൊക്കെ ഒന്ന് സെറ്റായി കിട്ടും. ആ ക്രംസൊക്കെ ഒന്ന് സെറ്റായി കിട്ടാനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. പിന്നെ എപ്പോഴും ക്രീമിനകത്ത് നമ്മൾ ഐസിങ് ചെയ്യുമ്പം പൈപ്പിംഗ് ബാഗിനകത്ത് ക്രീം നിറച്ചിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫിനിഷിംഗ് ആയി കിട്ടും കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ. നിങ്ങളിതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫിനിഷിങ്, ബിഗിനർ ആണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒരാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയതാണ് കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ, പൈപ്പിംഗ് ബാഗിൽ ഞാൻ ക്രീം നിറച്ച് കൊടുത്തു. അതിന് ശേഷമാണ് ഈ പെലറ്റ് നൈഫ് കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് പിന്നെ ഒരു കാർഡ് കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഫിനിഷിങ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് കഴിഞ്ഞത്. ഇത് വൈറ്റ് ഒരു ബ്ലാക്ക് തീമിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് താഴെ നമ്മളാണെങ്കിൽ ഒരു ബ്ലാക്ക് കളർ, കുറച്ച് ക്രീമിനകത്ത് ഞാൻ ബ്ലാക്ക് കളർ ആഡ് ചെയ്തിട്ട് അതുകൊണ്ട് നമ്മളാണെങ്കിൽ ഡോട്ടായിട്ട് വെച്ച് കൊടുത്തിട്ട് പെലറ്റ് ടൈപ്പ് ഡിസൈനാണ് വരുന്നത് കേട്ടോ സൈഡിൽ. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് റെസിപ്പീസും കേക്കിൻ്റെ വീഡിയോസൊക്കെ എങ്ങനെയാണ്, ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം. മറന്നതുപോലെ നാളെ എന്തൊക്കെയാണ് വീഡിയോസ് കാണാൻ താല്പര്യം തീർച്ചയായിട്ടും എന്നെ അറിയിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ കണ്ടില്ലേ പെലറ്റ് ഡിസൈൻ നമ്മളിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേളിയാണെങ്കിൽ അവരുടെ വീട്ടിൽ 2 മക്കളുണ്ട്, ഒരു മോളും ഒരു മോനും അങ്ങനെ. അപ്പോൾ ഇത് മോനുള്ളതാണ് കേട്ടോ. ഒരു കാർ, നമുക്ക് ഏത് ടോയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് അവരിങ്ങനത്തെ ഒരു കേക്കിൻ്റെ ഡിസൈൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് അത് ഇങ്ങനത്തെ ഒരു കാറായിരുന്നു, ടോയ് കാറായിരുന്നു വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ അതുപോലെ വെച്ചൊക്കെ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കേക്കായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.